നമസ്കാരം. മതചിഹ്നങ്ങൾ പോലും യുദ്ധത്തിന്റെ ലക്ഷ്യമായി മാറുന്ന ഒരു ലോകത്തിലേക്കാണ് നാം എത്തിച്ചേരുന്നത്. ഇതിന്റെ ഏറ്റവും പുതിയ തെളിവായി മാറുകയാണ് ലെബനനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ഒരു ക്രിസ്തീയ പ്രതിമ സാധാരണയായി വിശ്വാസത്തിന്റെ, കരുണയുടെ, സമാധാനത്തിന്റെ പ്രതീകം. അത് തകർക്കപ്പെടുന്ന ഒരു ചിത്രം ലോകമെമ്പാടും പടർന്നപ്പോൾ അത് ഒരൊറ്റപ്പെട്ട സംഭവമാണോ അതോ ഒരു വലിയ രാഷ്ട്രീയ സന്ദേശത്തിന്റെ ഭാഗമാണോ എന്ന ചോദ്യം ഉയരുന്നു. ലെബനനിൽ യേശുക്രിസ്തുവിന്റെ പ്രതിമ തകർന്നതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച ചിത്രത്തിലുള്ളത് ഇസ്രയേലി സൈനികൻ തന്നെ എന്ന് സ്ഥിരീകരിച്ച് IDF. കഴിഞ്ഞ ദിവസമാണ് ക്രിസ്തുവിന്റെ പ്രതിമ ഒരു ഇസ്രായേലി സൈനികൻ തകർക്കുന്നതിന്റെ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത്. ഇത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. പ്രതിഷേധം രൂക്ഷമായതോടെ ചിത്രത്തിന്റെ ആധികാരികത പരിശോധിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരുന്നു. പിന്നാലെയാണ് ലെബനനിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേലി സൈനികൻ തന്നെയാണ് ചിത്രത്തിലുള്ളതെന്ന് IDF സ്ഥിരീകരിച്ചത്. പ്രാഥമിക പരിശോധനയിൽ ലെബനനിൽ പ്രവർത്തിക്കുന്ന IDF സൈനികനാണ് ചിത്രത്തിലുള്ളതെന്ന് വ്യക്തമായി. ഈ സംഭവം IDF വളരെ ഗൗരവമായാണ് കാണുന്നത്. സൈനികന്റെ പെരുമാറ്റം സൈനികരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മൂല്യങ്ങൾക്ക് വിപരീതമാണ് എന്നാണ് IDF പ്രസ്താവനയിൽ അറിയിച്ചത്. ഈ സംഭവം നോർത്തേൺ കമാൻഡ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടെത്തലുകൾക്കനുസരിച്ച് സംഭവത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നും IDF വ്യക്തമാക്കി. കൂടാതെ പ്രതിമ അതിന്റെ സ്ഥാനത്ത് തന്നെ പുനഃസ്ഥാപിക്കുന്ന നടപടികളിലാണ് തങ്ങളുള്ളതെന്നും IDF കൂട്ടിച്ചേർത്തു.